ക്യാമ്പയിൻ കണ്ട് അവന് മനസ്സിലായത് വേറെന്തോ ആയിരിക്കും. നമ്മൾ വിൽക്കാൻ ശ്രമിച്ച കാര്യമല്ല അയാൾക്ക് മനസ്സിലായത്. അതെ, അങ്ങനെ വരുന്ന ലീഡുകളുണ്ട്. അപ്പോൾ ശരിക്കും അത് ജങ്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജങ്കല്ല, അയാൾക്ക് മനസ്സിലായത് വേറെന്തോ. പക്ഷെ ഒരു സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂവിൽ, സെയിൽസ് ടീമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ജങ്കാണ്. ഓക്കെ. അങ്ങനെ റിയൽ ജങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് കയറി വരുന്നുണ്ട്. കാര്യം നമ്മളിവിടെ ഒരു ക്യാമ്പയിൻ നടത്തുമ്പോഴത്തേക്കും ആഫ്രിക്കയിൽ നിന്നും അന്റാർട്ടിക്കയിൽ നിന്നും ഒക്കെ ലീഡുകൾ കയറി വരുന്ന സാഹചര്യം. ഇത് വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലാകുന്നില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ശരിയാണ്. ഫിൻപ്രൂവ് സ്കില്ലപ്പ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ SR നായർ. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ടേൺഡ് ഓൺട്രപ്രനോറിനെയാണ്. അദ്ദേഹം രാജ്യ അന്തര ലെവലിൽ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ സംരംഭ മേഖലയിൽ ഒരറിയപ്പെടുന്ന നാമമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ആനന്ദ് കുമാർ എന്നാണ്. പ്രൊഫഷണലി ഹീ ഈസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ദുബായിലും നെതർലൻഡ്സിലും ഹോങ്കോങ്ങിലുമൊക്കെ EY എന്ന സ്ഥാപനത്തിൻ്റെ കൺസൾട്ടിംഗ് പ്രൊഫൈലിൽ വർക്ക് ചെയ്യുകയും അവിടെ ഡയറക്ടർ ലെവലിൽ എത്തിച്ചേരുകയും ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുകയും കേരളത്തിൽ മൾട്ടിപ്പിൾ ഫുട് പ്രിൻറ്റ്സ് ഉള്ള ഒരു ഓഡിറ്റിംഗ് കൺസൾട്ടിംഗ് കമ്പനി ഉണ്ടാക്കി കേരളത്തിൽ വർത്തിക്കുകയും അതിനുശേഷം ഫിൻപ്രൂവ് എന്ന സ്ഥാപനം അദ്ദേഹം തുടങ്ങുകയും ചെയ്തു. ഫിൻപ്രൂവിൻ്റെ ബേസിക് പർപ്പസ് സ്കില്ലിംഗ് ആണ്. അവരുടെ മോട്ടോ തന്നെ സ്കില്ലപ്പ് റൈസപ്പ് എന്നാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമ്മൾ കസ്റ്റമറിൽ റീച്ച് ഔട്ട് ചെയ്ത് എങ്ങനെയാണ് പ്രോഗ്രസ്സും റവന്യൂവും പ്രോഫിറ്റബിലിറ്റിയൊക്കെ എത്തിച്ചേരുക എന്ന കാര്യത്തിനെ പറ്റിയാണ്. പക്ഷേ ഇന്ന് മിസ്റ്റർ ആനന്ദ് ഒരു വളരെ അനലിറ്റിക്കൽ പവറുള്ള വ്യക്തിയായത് കാരണവും കൂടാതെ വളരെ ചുരുക്കം വാക്കുകളിൽ സംസാരിക്കുന്ന വ്യക്തിയായത് കാരണവും നമ്മൾ അദ്ദേഹത്തിൻ്റെ അനലിറ്റിക്കൽ സ്കില്ലിലേക്കാണ് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഇതിനു മുമ്പുള്ള പോഡ്കാസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയുണ്ടായി, ഏത് റിസൾട്ട് വന്നു, എന്താണ് ഔട്ട്കം എന്ന അക്കാര്യത്തിലായിരുന്നു കൂടുതലായിട്ട് നമ്മൾ സമയം ചിലവെടുത്തിരുന്നത്. എന്നാൽ ഇവിടെ ഇന്ന് ഇതെങ്ങനെയാണ്, ഇതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ്, ഇതിനുള്ള അനാലിസിസിൻ്റെ ആക്ഷൻസ് അല്ലെങ്കിൽ അനാലിസിസിൻ്റെ ഡിസ്കഷൻസാണ് നമ്മൾ ഇന്ന് കൂടുതലായി ചെയ്യാൻ പോകുന്നത്. ആനന്ദ്, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. ആനന്ദ്, നൗ ഈ നമ്മൾ സാധാരണ പറയുന്നത് നിങ്ങൾ ഈ ഫിൻപ്രൂവ് എന്ന സ്ഥാപനം നടത്തി ഇപ്പോൾ 4-5 വർഷമായിട്ട് മുന്നോട്ട് കൊണ്ടുവരികയും ആ സ്ഥാപനം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ എങ്ങനെ മാക്സിമം മാർക്കറ്റിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് കഴിഞ്ഞിട്ട് അതിലുള്ള ഒരു അനലിറ്റിക്കൽ കോണ്ടന്റ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന കാര്യം കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് എത്തിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഒബ്ജക്റ്റീവ്. എങ്ങനെയാണ് ശരിക്കും നിങ്ങൾ ഒരു സംരംഭത്വം തുടങ്ങുമ്പോഴത്തേക്ക് പല രീതിയിലും നമുക്ക് കസ്റ്റമറിൽ റീച്ച് ഔട്ട് ചെയ്യാം. ഇപ്പോൾ സ്കില്ലെന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ്, പ്രൊഫഷണൽസ്, അവരെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് എയിം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കൂടുതലായി പ്രാമുഖ്യം കൊടുത്തത് എന്ന് പറയാം? നമ്മൾ ഏതൊരു B2C ബിസിനസ്സിനെ പോലെ നമ്മൾക്ക് റീച്ച് ഔട്ട് ചെയ്യേണ്ട ഓഡിയൻസ് വളരെ ലാർജാണ്. യെസ്. അത് ജോഗ്രഫിക്കലി വളരെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല പല ജില്ലകളിൽ പല പല കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവരിലേക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എത്തുക എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ടിലുള്ള മാർഗം ഡിജിറ്റൽ ചാനൽസ് മാത്രമേ ഉള്ളൂ. നമ്മൾ തുടങ്ങിയ കാലത്ത് ഇൻസ്റ്റയൊന്നും ഇത്ര ആക്റ്റീവ് ആയിരുന്നില്ല. അതെ. നമ്മളൊന്ന് കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫേസ്ബുക്ക് പോലെയുള്ള മീഡിയമായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ഫേസ്ബുക്കിലുള്ള സ്റ്റുഡൻറ് ഓഡിയൻസ് മൊത്തം ഇൻസ്റ്റയിലേക്ക് വരികയും വേറൊരു ജനറേഷനിലെ ഓഡിയൻസ് മാത്രമേ ഫേസ്ബുക്കിലുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ആ ടൈമിൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ മീഡിയം, നമ്മുടെ ചാനൽ മാറ്റി ഇൻസ്റ്റയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാര്യം കുട്ടികൾ കൂടുതലും സമയം സ്പെൻഡ് ചെയ്യുന്ന ഇൻസ്റ്റയിലാണ്. അപ്പോൾ അവരുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാനായിട്ട് അതിലേക്ക് പോവുക എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പം ശരിക്കും മേ ബി ഒരു നമ്മൾ ജെൻ സി എന്ന് പറയുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ ജെൻ എക്സിൻ്റെ ലേറ്റസ്റ്റ് ലെവലിലുള്ള ആൾക്കാർ FBയിൽ നിന്ന് ജെൻ സി വരുമ്പോഴത്തേക്ക് ഒരു ഇൻസ്റ്റയിലേക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ജെൻ എക്സ്കാരും കുറേ പേര് ഇൻസ്റ്റയിലേക്ക് മാറിയുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് ഒരു നല്ല
കമ്മ്യൂണിക്കേറ്റീവ് മീഡിയമായിട്ട് മാറുകയുണ്ടായി. അപ്പോൾ അവരെ ക്യാപ്ചർ ചെയ്യുക അല്ലെങ്കിൽ അവരിൽ നമ്മുടെ മെസ്സേജ് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ സാധാരണ ഇതിനൊരു സോഷ്യൽ മീഡിയ എന്ന ലെവലിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇൻസ്റ്റ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കൂടാതെ ലിങ്ക്ഡിൻ ആയിട്ടും അല്ലെങ്കിൽ യൂട്യൂബൊക്കെ ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ചാനൽസ് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റയിൽ മാത്രമായിരുന്നു ബാക്കിയുള്ള സോഷ്യൽ മീഡിയ ചാനൽസിലും ഒക്കെ ആക്റ്റീവ് ആകാൻ ശ്രമിച്ചിരുന്നു. നമ്മൾ പ്രൈമറിലി ലീഡ് ക്യാപ്ചർ ചെയ്യാന്ന പർപ്പസിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അല്ലെങ്കിൽ മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ചാനൽസ് ഒക്കെ. പക്ഷേ നമ്മൾ കോണ്ടന്റ് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് യൂട്യൂബ് വഴിയാണ്. കാര്യം ഒരു ഓഡിയൻസ് ജെനുവൻ ആയിട്ടുള്ള കോണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്, സീരിയസ് ആയിട്ടുള്ള കോണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും പോകുന്നത് യൂട്യൂബിൽ തന്നെയാണ്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് നമ്മൾ കോണ്ടന്റ് മാർക്കറ്റിംഗ് വഴി ആൾക്കാരെ എത്തിക്കാൻ ശ്രമിക്കുകയും ലീഡ് ജനറേഷനും ബ്രാൻഡ് ബിൽഡിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാ പോലെ മെറ്റ പോലെയുള്ള ചാനലുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ഓഡിയൻസിനെ നമ്മൾക്ക് ഉറപ്പായിട്ടും ലിങ്ക്ഡിനിലാണ് അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലിങ്ക്ഡിനിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിലും ഒരു സോഷ്യൽ മീഡിയ എന്നുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് എന്നുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നതിലും തെറ്റില്ല എന്നുള്ളതാണ് ഇതുവരെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മനസ്സിലായത്. സാധാരണയായിട്ട് നമ്മൾ ഇതൊരു അറിവിന് വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തുന്ന ആൾക്കാരോട്ട് സമ്മതിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് കാണുന്ന ഒരു കാര്യം, ഈ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റ അതിലൊക്കെ വരുന്ന ഒരു എൻക്വയറീസിന് ഒരു വാല്യൂ ഇല്ല, ഒരു മൂല്യമില്ല എന്നും, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന എൻക്വയറികളിൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നും ഒരു 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 സംസാരമുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയാൻ? അത് വളരെ റിയൽ ആയിട്ട് ജെനുവൻ ആയിട്ടുള്ള ഒരു കൺസേൺ തന്നെയാണ്. ഈ നെറ്റ്വർക്ക്സ് എല്ലാം ചെയ്യുന്നത് നമ്മളൊരു ആഡ് റൺ ചെയ്തു, അതിലേക്ക് ഒരാൾ ഒരു ലീഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ലീഡിനെ ഈ ആഡ് ഇട്ടേക്കുന്ന എല്ലാവരുടെ അടുത്തും മറ്റേ എത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലീഡ് ഒരു 5 പേർക്ക് 6 പേർക്ക് ഒരേ സമയം ആ ലീഡ് കിട്ടി. പിന്നെ ആ ലീഡ് കിട്ടുന്നത് ഒരു പോയിന്റ്, പക്ഷെ ലീഡ് കിട്ടിക്കഴിഞ്ഞിട്ട് ഉള്ള ആക്ടിവിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ലീഡ് വീണു, അതിനെ എത്ര ടൈമിനുള്ളിൽ കോണ്ടാക്ട് ചെയ്തു, നമ്മൾ ആ ലീഡിനെ വളരെ സൗകര്യപൂർവ്വം ഒരു ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞ് വിളിക്കുമ്പോൾ ലീഡിന്റെ വഴിക്ക് പോയിട്ടുണ്ടാവും. അപ്പം ആ ലീഡ് മാനേജ്മെന്റ് വളരെ ക്രിട്ടിക്കലാണ്. എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ അതിലേക്ക് എത്തുന്നു എന്നുള്ളത്. എന്നാൽ തന്നെയും ഈ സാധാരണ ജങ്ക് ലീഡ്സ് എന്നൊരു വാക്കുണ്ട്. ഈ ജങ്ക് ലീഡ്സിന്റെ പെർസെൻറ്റേജ് വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ജങ്ക് ലീഡ്സ് ഉണ്ടാകുന്നത്? ഇതിൽ ഇപ്പം നമ്മുടെ എക്സ്പീരിയൻസിലും നമ്മൾ അനലൈസ് ചെയ്തേക്കുന്ന പല ബിസിനസിന്റെ എക്സ്പീരിയൻസിൽ ഇതിൽ കുറേ മാർക്കറ്റിംഗ് കോൾസ് കയറി വരും. ഈ ജങ്ക് എന്ന് പറയുന്നത് ഒരു പക്ഷേ ശരിക്കും റിയൽ ജങ്ക് ആവണമെന്നില്ല. അതായത് നമ്മളുടെ ക്യാമ്പയിൻ കണ്ട് അവന് മനസ്സിലായത് വേറെന്തോ ആയിരിക്കും, നമ്മൾ വിൽക്കാൻ ശ്രമിച്ച കാര്യമല്ല അയാൾക്ക് മനസ്സിലായത്. അങ്ങനെ വരുന്ന ലീഡുകളുണ്ട്. അപ്പോൾ ശരിക്കും അത് ജങ്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജങ്കല്ല, അയാൾക്ക് മനസ്സിലായത് വേറെന്തോ. പക്ഷെ ഒരു സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂവിൽ, സെയിൽസ് ടീമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ജങ്കാണ്. അങ്ങനെ റിയൽ ജങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് കയറി വരുന്നുണ്ട്. കാര്യം നമ്മളിവിടെ ഒരു ക്യാമ്പയിൻ നടത്തുമ്പോഴത്തേക്കും ആഫ്രിക്കയിൽ നിന്നും അന്റാർട്ടിക്കയിൽ നിന്നും ഒക്കെ ലീഡേഴ്സുകൾ കയറി വരുന്ന സാഹചര്യം. ഇത് വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലാകുന്നില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ശരിയാണ്. ഇതില് ഈ നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ ആനന്ദ് പറഞ്ഞു, ഒരു ലീഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലീഡ് മാനേജ്മെന്റ് എങ്ങനെയാണ്, എത്ര പെട്ടെന്നാണ്, എത്ര ഇഫക്റ്റീവായിട്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളതിലാണ് എൻ്റെ സക്സസ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പല സ്ഥാപനങ്ങളും ആ മേഖലയിൽ വളരെ പുറത്തോട്ടാണ്, അല്ലെങ്കിൽ വളരെ ഇൻഎഫക്റ്റീവാണ്, അല്ലെങ്കിൽ വളരെ ഡിലേഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് പക്ഷേ ഏതൊരു ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാലും അവിടെ ഒരു ചെറിയ ഒരു 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 മസിൽ പിടുത്തമുണ്ട്. അതായത് ഈ ലീഡ് ജനറേറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗുകാരനും ഈ ലീഡ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ കൗൺസിലർ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ തമ്മിൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 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 സംവാദം എന്ന് പറയുന്നത് ക്വാളിറ്റി ലീഡല്ല, ചുമ്മാ ലീഡിന് വേണ്ടി ലീഡ് ഉണ്ടാക്കുന്നത്, നമുക്ക് പ്രോബ്ലം ഉണ്ടോ അതല്ലാതെ നമുക്ക് ക്ലോസ് ചെയ്യത്തക്ക രീതിയിലുള്ള ക്വാളിറ്റി ലീഡ്സ് ഉണ്ടാകുന്നില്ല എന്ന് പല സ്ഥാപനങ്ങളിലും കേൾക്കാറുണ്ട്. അത് ശരിയാണോ? ഇത് ചെറിയൊരു പ്രശ്നമല്ല, ഇത് വളരെ വലിയൊരു ഒരു അടിയാണ് പല ഓർഗനൈസേഷൻസിലും നടക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ക്യാമ്പയിൻ നടത്തി, അവരിപ്പം ഡെയിലി രാവിലെ ഒരു 50 ലീഡ് അല്ലെങ്കിൽ 100 ലീഡ് സെയിൽസ് ടീമിന് ഹാൻഡ് ഓവർ ചെയ്തു.
അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്തു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതെ, അവർ കൊടുക്കേണ്ട ക്വാളിറ്റിയിൽ അവർ കൊടുത്തു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇത് സെയിൽസ് ടീമിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അവരുടെ പിക്ചർ വളരെ ഡിഫറെന്റ്. അതെ. ഈ തന്ന ഓഡിയൻസ് റൈറ്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആയിരുന്നില്ല, ഇത് വെറുതെ എൻക്വയറി ചെയ്തതാണ്, ഇത് മാർക്കറ്റിംഗ് കോൾ ആയിരുന്നു, വിളിച്ചിട്ട് കിട്ടുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ. അതിനുശേഷം ഇതിനകത്ത് വളരെ ഹെൽത്തി ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യൂ. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം കൊടുക്കുന്ന ലീഡുകൾ കറക്റ്റ് ആണോ എന്ന് ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റവും ഇപ്പം പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന ഒരു എക്സാമ്പിൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ചെന്നിട്ട് ഈ ലീഡിന്റെ ട്രാക്ക് നോക്കുമ്പോഴത്തേക്കും ഇവർ ലീഡ് വന്നിട്ട് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ഇനി ആദ്യത്തെ കോൾ കഴിഞ്ഞതിന് ശേഷം ചിലപ്പം 3ാമത്തെ ദിവസമായിരിക്കും അടുത്ത ഫോളോ അപ്പ് ചെയ്തേക്കുന്നത്. അത് ചെയ്യേണ്ട ഫോളോ അപ്പ് ചെയ്തില്ല. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഗ്യാപ്പുകളും 2 ഭാഗത്തുനിന്നുമുണ്ട്. സെയിൽസ് ടീമിന്റെ ഭാഗത്തുനിന്നുമുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന്റെ ഭാഗത്തുനിന്നുമുണ്ട്. അപ്പോൾ ഇത് അലൈൻഡ് ആയി പോയില്ല എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം എന്നും കുറേ ഫണ്ട് സ്പെൻഡ് ചെയ്ത് കുറേ ലീഡുകൾ കൊണ്ടുവരുന്നു, ഇപ്പുറത്ത് ഉള്ളവർ അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ടോ അവർക്ക് വേണ്ട ലീഡുകൾ അല്ലാത്തത് കൊണ്ടോ ഈ പ്രോസസ്സിൽ ഭയങ്കര വലിയൊരു ലോസ് സംഭവിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കുന്നുണ്ട്. അപ്പം ആനന്ദ് പറഞ്ഞു വരുന്നത് ഈ ലീഡ് മാനേജ്മെന്റ് സിസ്റ്റം വളരെ ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ടൈം സെൻട്രിക് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ ഇങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അപവാദങ്ങൾ മാറ്റാൻ സാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ശരി, ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ഐ വോണ്ട് ടു ആസ്ക് യു, ഈ സാധാരണ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തുന്ന വ്യക്തിത്വങ്ങൾ അവർ ഒരു ടെക്നോളജിയും കൊമേഴ്ഷ്യൽ സെൻസും കൂടി ഒരു സങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇതിനെ മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ടെക്നോളജി മാത്രം അറിയാവുന്ന ആളാൻ്റെ കൊമേഴ്ഷ്യൽ സെൻസ് ഇല്ലാന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി വളരെ ഷാർപ്പായ അക്വിറ്റി ഉള്ള ഒരാൾ ടെക്നോളജി അറിയില്ലെങ്കിൽ വരുന്ന അപാകതകൾ നമ്മൾ വളരെ കൂടുതലായിട്ട് സ്ഥാപനങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ ഈ ടെക്നോളജി കൂടുതൽ അറിയാവുന്ന ആൾക്കാർ വളരെ കൂടുതലായിട്ട് ഗൂഗിൾ ഡാഷ്ബോർഡിലൊക്കെ അവർ വളരെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ആനന്ദിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മൾ ഈ പറഞ്ഞത് വളരെ വാലിഡ് ഒരു പോയിന്റ്. ഈ പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ടീം അവർക്ക് ഒരു ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് യൂസ് ചെയ്ത് ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള ലീഡുകൾ, ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് പെർ ലീഡിൽ ഏറ്റവും ക്വാളിറ്റി ലീഡ് കൊടുക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സ് അറിഞ്ഞുകൂടാ എങ്കിൽ കോസ്റ്റ് പെർ ലീഡ് കയറി പോകാനായിട്ട് സാധ്യത വളരെ കൂടുതൽ. കോസ്റ്റ് പെർ ലീഡ് കയറി പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറോൾ ഒരു കസ്റ്റമറെ അക്വയർ ചെയ്യാനുള്ള കോസ്റ്റും അതേപോലെ കൂടിക്കൊടുക്കുകയാണ്. നമ്മൾ ഈ പല കമ്പനികളുടെയും പ്രശ്നങ്ങൾ കാണുമ്പോൾ ഈ യൂണിറ്റ് എക്കണോമിക്സ് അറിയാത്തത് കൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് വരാത്തത്, അല്ലെങ്കിൽ അവരുടെ ക്യാഷ് ഫ്ലോ ഫാസ്റ്റായിട്ട് ബേൺ ആവുന്നത്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി അവർ ഫെയിലായി പോകുന്നത് അവർ യൂണിറ്റ് എക്കണോമിക്സ് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പറയുക. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കൂടി പോകാനുള്ള ഏറ്റവും വലിയൊരു റീസൺ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോസ്റ്റിങ്ങിന്റെ ലൈൻ ഐറ്റത്തിൽ നമുക്ക് കൺട്രോൾ ഇല്ലാത്തതാണ്. നമ്മുടെ കോസ്റ്റ് പെർ ലീഡ് കൂടി പോകുന്നു, നമ്മളുടെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കൂടി പോകുന്നു. അപ്പോൾ ടെക്നിക്കലി നമ്മൾക്ക് അറിഞ്ഞുകൂടാ 100 രൂപ കിട്ടുന്ന ഒരു കസ്റ്റമറെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 80 രൂപയാണോ സ്പെൻഡ് ചെയ്യുന്നത്, 100 രൂപയാണോ സ്പെൻഡ് ചെയ്യുന്നത്, 120 ആണോ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു ചലഞ്ച് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന് വളരെ വലിയ ഒരു ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ടാവണം, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്ന ആൾക്കത് ഉണ്ടാവണം. ഓക്കെ, ഇതിൽ വേറൊരു ഇത് കാണുന്നത് നമ്മൾ ശരിക്കും ഈ മേഖലയിൽ ഇപ്പോഴും വളരെ എന്താ പറയുക, കൺട്രോൾ പാരാമീറ്റേഴ്സ് കയ്യിലുള്ളത് ഗൂഗിൾ എന്ന സ്ഥാപനത്തിന് തന്നെയാണ്. പലപ്പോഴും നമ്മൾ ആ സ്ഥാപനത്തിൽ തന്നെയാണ് സെർച്ച് ആയാലും അല്ലെങ്കിൽ കോണ്ടന്റ് ആയാലും കൂടുതലായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് ഗൂഗിൾ എന്ന സ്ഥാപനത്തിന് തന്നെയാണ്. അതേസമയത്ത് ഗൂഗിൾ എന്ന സ്ഥാപനത്തിൻ്റെ റീസൺ ഡേറ്റ അല്ലെങ്കിൽ അവരുടെ പർപ്പസ് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗൂഗിളിൻ്റെ ഒരു ഡാഷ്ബോർഡ് അധിഷ്ഠിതമായി പഠിക്കുമ്പോഴത്തേക്ക് ഗൂഗിൾ നോക്കുന്നത് നമ്മളെ ഒരു ലോങ് ടേം കസ്റ്റമറായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നാണ് അവർ നോക്കുന്നത്. നമ്മളിൽ നിന്ന് എത്രത്തോളം ഈൽഡ് കൂട്ടാം, നമ്മളിൽ നിന്ന് എത്രത്തോളം കൂടിയ ഈൽഡ് കണ്ടിന്യൂ ചെയ്യാം എന്നാഗ്രഹിക്കുന്ന സ്ഥാപനമാണ് ലീഡ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഗൂഗിളിൻ്റെ ഡാഷ്ബോർഡ് പരിശോധിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഡാഷ്ബോർഡിൽ ആശ്രയിച്ച് നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ആ ഇൻഫ്ലുവൻസ് അവിടെ വരാറുണ്ട്. ഗൂഗിൾ നമ്മളിൽ കൂടുതലായി ഇൻഫ്ലുവൻസ് ചെയ്ത് കൂടുതലായി നമ്മളിൽ നിന്ന് ഈൽഡ് എടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകാറുണ്ട്. ഗൂഗിളിൻ്റെ ആണെങ്കിലും മെറ്റയുടെ ആണെങ്കിലും
എല്ലാവരുടെയും ഡാഷ്ബോർഡ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു PPC ക്യാമ്പയിൻ റൺ ചെയ്യുകയാണ് അല്ലെങ്കിൽ മെറ്റയിൽ ഒരു ലീഡ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് ആഡ് റൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്തതിന് തുല്യമായിട്ട് എന്ത് റിസൾട്ട് വന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഡാഷ്ബോർഡ്സിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ഡാഷ്ബോർഡ്സ് അനലൈസ് ചെയ്യാനും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കസ്റ്റമർ അക്വിസിഷന്റെ കോസ്റ്റിലേക്ക് ലിങ്ക് ചെയ്യാനും ശ്രമിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഒരു ബിസിനസ് ഓണർ പോയിന്റ് ഓഫ് വ്യൂവിൽ അയാളുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് 2 ലക്ഷം 3 ലക്ഷം രൂപ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന് കൊടുത്തു. ഈ കൊടുത്തതിന് ശേഷം ഇതിൽ എന്താണ് റിസൾട്ട് കിട്ടിയത് എന്ന് വളരെ വ്യക്തമായിട്ട് ലൈൻ ഐറ്റം ബേസിസിൽ യൂണിറ്റ് ലെവലിൽ എത്രത്തോളം സ്റ്റാർട്ടപ്സ് എത്രത്തോളം SMEs പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിബേറ്റബിൾ ആയി. അത് ഒരു പക്ഷേ ഇങ്ങനെ സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തിത്വങ്ങളുടെയോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെയോ ടെക്നോളജിയുടെ അറിവിന്റെ അഭാവമായിരിക്കാം. ഒന്ന്. രണ്ട്, പലപ്പോഴും ആ ജെൻ എക്സ് അല്ലെങ്കിൽ ജെൻ വൈ ലെവലിലെ ആൾക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഗട്ട് ഫീലിങ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിലൊക്കെയാണ് അവർ കൂടുതലായിട്ട് അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. ഇങ്ങനെ ലൈൻ ഐറ്റം വഴിയായിട്ട് എത്ര കൊടുത്തു, ഈ ലൈൻ എങ്ങനെയാണ്, ഇതിലെത്ര വന്നു, ഈ ക്യാമ്പയിൻ എത്ര വന്നു, ഈ പ്രോസസ്സിൽ എത്ര വന്നു എന്ന് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അറിവില്ല. പിന്നെ അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും ഇല്ലാത്ത ഈ ആൾക്കാർക്ക് പലപ്പോഴും അവിടെ അപാകതകൾ പറ്റാറുണ്ട്. ഈ മെട്രിക്സിന്റെ ഒരു ഓണർഷിപ്പ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഒരു ബിസിനസ് ഓണർ പോയിന്റ് ഓഫ് വ്യൂവിൽ അയാളോട് പറഞ്ഞ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് പുള്ളി അപ്രൂവ് ചെയ്തു. ഫിനാൻസ് ടീമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ 2 ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ടു. 2 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന് 2 ലക്ഷം രൂപ കൊടുത്തു. അവരോട് ഇത്ര റീഡുകൾ ജനറേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. പക്ഷെ ആർക്കാണ് നമ്മൾ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റിന്റെ ആസ് എ പെർസെൻറ്റേജിന്റെ മെട്രിക്സിന്റെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി കൊടുത്തേക്കുന്നത്? ഇതൊരു വളരെ വലിയൊരു പോയിന്റ്. കാര്യം ആ ഒരാളോടാണ് നമ്മൾ ചോദിക്കേണ്ടത് ഇത് കൂടി പോകുന്നുണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 രൂപയുടെ ഒരു കസ്റ്റമർ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് 120 രൂപ സ്പെൻഡ് ആക്കുന്നുണ്ടോ? ആ മെട്രിക്സ് കറക്റ്റായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിലെങ്കിലും പഠിച്ച് കറക്റ്റ് മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ ലീഡുകൾ വരുന്നുണ്ട്, കോസ്റ്റ് പെർ ലീഡ് കൂടി പോകുന്നുണ്ട്. ടെക്നിക്കലി ഒരു പോയിന്റിൽ നോക്കുമ്പോഴത്തേക്കും കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ചിലപ്പോൾ 50% 60% ആയിരിക്കും. ഈ കോസ്റ്റ് 10% 20% നിൽക്കേണ്ട CAC ആണിത്. അതിലാണ് അത് തന്നെയാണ് ഞാൻ ചോദിക്കാനുള്ളത്. അതായത് സാധാരണ നമ്മൾ ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ദ കസ്റ്റമർ അല്ലെങ്കിൽ കോസ്റ്റ് പെർ ലീഡ് എന്നൊക്കെ പറയുന്നതിൽ ലെറ്റ് us കം ടു കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് CAC. അത് തന്നെ ഒരു 2 തരത്തിൽ വരാറുണ്ട്. ഒന്ന് ഓവറോൾ എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് ഇൻക്ലൂഡിങ് ഓർഗനൈസേഷണൽ സെയിൽസ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെൻസസ്. രണ്ടാമതായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എക്സ്പെൻസ് മാത്രമായിട്ട്. അപ്പോൾ നമ്മൾ 100 രൂപയുടെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ 100 രൂപ ഇതിൽ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എത്ര ശതമാനമായിരിക്കണമെന്നാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇൻറ്റ്യൂഷൻ? ഇതിൽ എനിക്ക് മനസ്സിലായത് ഒരു ബിസിനസ്സിന്റെ ആ ലൈഫ് ജേർണിയിൽ അത് എവിടെയാണ് എന്നുള്ളത് ഒരു വളരെ വലിയൊരു ഫാക്ടറാണ്. ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് സ്റ്റേജിൽ ആ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഒരു അവയർനെസ് ഒക്കെ ബിൽഡ് ചെയ്ത് വരുന്ന ടൈമിൽ ഉറപ്പായിട്ടും കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. ഇപ്പം നമ്മൾ യൂബർ അല്ലെങ്കിൽ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ ഒക്കെ തുടങ്ങിയ കാലത്ത് അവർ സിഗ്നിഫിക്കന്റ് ആയിട്ട് കസ്റ്റമർ അക്വിസിഷന് വേണ്ടി മില്യൺസ് ഓഫ് ഡോളർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പെർ കസ്റ്റമർ ആണെങ്കിലും. പക്ഷെ അവർ അവിടെ ഒരു ബിഹേവിയർ ബിൽഡ് ചെയ്യുമായിരുന്നു. ഒരു നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുമായിരുന്നു. Absolutely right. അതൊരു എഗ്ഗിംഗ് ആയിരുന്നു. They were trying to change the behavior of the people. Therefore the influence of the campaign has to be to that extent. ആ ക്വാളിറ്റി എക്സ്പെൻസ് കൂടാറുണ്ട്. ഒരു സാധാരണ നില നോക്കുകയാണെങ്കിലും പക്ഷെ അത് എത്ര കാലം നമ്മൾക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു SME ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണ്, പുതിയൊരു മാർക്കറ്റിലേക്ക് പോവുകയാണ്, ജോഗ്രഫിയിലേക്ക് പോവുകയാണ്. ശരി, ആ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഹൈ ആയിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു കൺട്രോൾ വേണമല്ലോ. അതായത് 6 മാസം 1 വർഷം കഴിയുമ്പോഴത്തേക്കും എൻ്റെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഇത്ര പെർസെൻറ്റേജിൽ വന്ന് നിൽക്കണം. അങ്ങനെ ഒരു സ്പെസിഫിക് ബെഞ്ച് മാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രിയിൽ വേരി ചെയ്തിരിക്കും. എന്നാലും നേരത്തെ പൊതുവായി പറയുകയാണെങ്കിൽ ഒരു ജനറൽ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ മാത്രം നോക്കുവാണെങ്കിൽ അതൊരു 8 to 10%. ഓവറോൾ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് സെയിൽസ് ടീമിന്റെ സാലറി, അവർ ഇൻസെന്റീവ്, ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേക്കും ഒരു ലെസ് ദാൻ 20% നിൽക്കണം എന്നുള്ളതാണ് ഒരു ഓവറോൾ ബെഞ്ച് മാർക്ക് കണ്ടേക്കുന്നത്. പക്ഷേ ഇത് താങ്കൾ പറഞ്ഞതുപോലെ
ആദ്യ കാലഘട്ടത്തിൽ ഈ ശതമാനങ്ങൾ കൂടുതലായിരിക്കും. സിഗ്നിഫിക്കൻ്റ്ലി ഹൈ ആയിരിക്കും. ഓക്കെ, ആ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? 3 months, 6 months, 1 year, എങ്ങനെ നമുക്ക് ഒരു 6 to 8 months ആണ് നമ്മൾ ഒരു മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും CAC ഹൈ ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇതാണ് സാധാരണ ആൾക്കാർ ബ്ലീഡിങ് എന്ന് പറയുന്നത്. കറക്റ്റ്, അത് തന്നെ. അപ്പോൾ ഇത് ഈ ബ്ലീഡിങ് ഒരു 6 to 8 months വരെ നമ്മൾ കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫാക്ടറിയിൽ ഈ ബ്ലീഡിങ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കറക്റ്റ്, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണല്ലോ, ആ ഒരു മാർക്കറ്റ് ബിൽഡ് ചെയ്യാൻ, ആ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട്. ഈ നമ്മൾ രണ്ടാമതൊരു ടേം സാധാരണ ആൾക്കാരൊക്കെ സംസാരിച്ച് ഞാൻ കേൾക്കുന്നത് ഈ കോസ്റ്റ് പെർ ലീഡ് എന്നുള്ളതാണ്. അതിനൊന്ന് ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? ഒരു ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ചാനലിലും, അതിപ്പം മെറ്റയിലാവട്ടെ യൂട്യൂബിലാവട്ടെ മൾട്ടിപ്പിൾ ചാനൽസിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അതിനെയാണ് നമ്മൾ കോസ്റ്റ് പെർ ലീഡ് എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഒരു കോസ്റ്റ് പെർ ലീഡ് ഇപ്പം 70 രൂപയേ ഉള്ളൂ, അല്ല 80 രൂപയേ ഉള്ളൂ, അല്ല 20 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പുളകം കൊള്ളുന്നതിൽ വലിയ മീനിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോസ്റ്റ് പെർ ലീഡ് വേണമെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കണക്കാക്കാം. അതായത് മെറ്റയ്ക്ക് എത്ര, അല്ലെങ്കിൽ ലിങ്ക്ഡിൽ എത്ര എന്ന് കണക്കാക്കാം. അല്ലെങ്കിൽ ഈ ക്യാമ്പയിനിൽ ഈ മെറ്റ ഇൻക്ലൂഡ് എല്ലാം കൂടെ ചേർത്തിട്ട് വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കണക്കാക്കാം. അതെ, ഐഡിയലി CPL അല്ലെങ്കിൽ കോസ്റ്റ് പെർ ലീഡ് മെഷർ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ ആസ് എ സ്റ്റാൻഡ് അലോൺ മെഷർ CPL വലിയ യൂസ് ഇല്ല. കാര്യം ആര് വിചാരിച്ചാലും കൺവേർട്ട് ആവാത്ത 100 ലീഡ് കൊടുത്തിട്ട് എന്റെ കോസ്റ്റ് പെർ ലീഡ് 20 രൂപയേ ഉള്ളൂ അല്ലെങ്കിൽ 50 രൂപയേ ഉള്ളൂ എന്ന് പറയുന്നതിൽ മീനിങ് ഇല്ല. എൻ്റെ കൺവേർഷൻ പെർസെൻറ്റേജ് കൂടെ നോക്കി എൻ്റെ ഓവറോൾ CAC നോക്കുന്നതിൽ തന്നെയാണ് കൂടുതൽ മീനിങ് ഉള്ളത്. ഞാൻ ഈ കാണുന്നതിൽ ഇപ്പോൾ നമ്മൾ മോസ്റ്റ്ലി സോഷ്യൽ മീഡിയയുടെ യൂസേജ് കൂടുതലായിട്ട് വരുന്നത് ഒരു ബ്രാൻഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ അവെയർനെസ് ആ ലെവലിലും, നമ്മൾ സെർച്ച് അല്ലെങ്കിൽ കോണ്ടന്റ് മീഡിയയിൽ കൂടി വരുന്ന എൻക്വയറി ജനറേഷൻ ആസ്പെക്റ്റുമായിട്ടാണ് വരുന്നത്. അങ്ങനെ എന്തെങ്കിലും ശതമാനങ്ങളുണ്ട്? നമ്മൾ ഒരു ക്യാമ്പയിൻ തുടങ്ങുകയാണെങ്കിൽ ഐ ആം സ്റ്റാർട്ടിങ് എ ക്യാമ്പയിൻ ഫോർ എ ന്യൂ പ്രോഗ്രാം. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പുതിയ സ്കിൽ കൊണ്ടുവരുന്നു, ആ സ്കില്ല് നിങ്ങളൊരു ക്യാമ്പയിൻ ആക്കുന്നു. അഫ്കോഴ്സ് ഇത് ആ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു ക്രിയേറ്റീവ് എലിമെൻ്റ് ആണ് ദാറ്റ് സ്റ്റാൻഡ് ഔട്ട്സൈഡ് ദിസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതായത് കസ്റ്റമർ പേഴ്സണ എന്താണെന്നും, ഏത് ഏരിയ, ഏത് ജിയോഗ്രഫി, ഏത് മാർക്കറ്റിലാണ് നമ്മൾ പോകേണ്ടതെന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ഉണ്ടാക്കുക. അപ്പോൾ ഈ ക്യാമ്പയിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാമ്പയിൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇത് എത്ര % എവിടെ ഇടണം എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ? അതോ നമ്മൾ അതും കണ്ടും കേട്ടും ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ചെയ്യുന്നതാണോ? ഇത് ഒരു പരിധിവരെ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഒരു ബിസിനസ് ഡിസൈഡ് ചെയ്യേണ്ടത് എൻ്റെ ബ്രാൻഡിങ് ക്യാമ്പയിൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര % ഓഫ് മൈ മാർക്കറ്റിംഗ് ഫണ്ട്സ് സ്പെൻഡ് ചെയ്യുന്നു, എൻ്റെ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര % സ്പെൻഡ് ചെയ്യുന്നു. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു കമ്പനി മാർക്കറ്റിലേക്ക് വന്നിട്ട് ആദ്യമേ ലീഡ് ജനറേഷൻ മാത്രം ചെയ്യുന്നതിൽ വലിയ വിജയം കാണണമെന്നില്ല. പക്ഷേ ഞാൻ ഇവിടെ ഐ എം സോറി ടു ഇന്ററപ്റ്റ്, ആക്ച്വലി ഞാൻ ആദ്യമേ ലീഡ് ജനറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പെയ്ഡ് ലീഡ് പ്രോഗ്രാം ചെയ്യുന്ന ഒത്തിരി കമ്പനികൾ ഞാനിപ്പോൾ കാണുന്നുണ്ട്. അതായത് ഒരു ക്യാമ്പയിൻ ഉണ്ടാകാം, പക്ഷെ അവരുടെ ബേസിക് എയിം എന്ന് പറയുന്നത് ഐ വോണ്ട് ടു ജനറേറ്റ് ദ ലീഡ്, സോ വി വിൽ ഗോ ലീഡ് ദ പെയ്ഡ് വേ. അങ്ങനെ ഒന്നും ഉണ്ടാകാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന കമ്പനികൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഐഡിയലി എപ്പോഴും നല്ലൊരു മിക്സ് കണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ കൂടെ ബ്രാൻഡ് ബിൽഡിംഗ് ക്യാമ്പയിൻസ് റൺ ചെയ്യും. ആ ബ്രാൻഡ് ബിൽഡിംഗ് ക്യാമ്പയിൻസിന്റെ എഫക്റ്റ് ആയിട്ട് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസിലേക്ക് ബെറ്റർ ലീഡ്സ് വരികയും ചെയ്യും. കാരണം ഒരു രീതിയിലും മാർക്കറ്റിൽ അറിയാൻ വയ്യാത്ത ഒരു കമ്പനി പെട്ടെന്ന് ഒരു ദിവസം മാർക്കറ്റിൽ കുറേ പൈസ ഇട്ട് കുറേ ലീഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഈ ചക്ക വീണ് മുയൽ ചാവുമെന്ന് പറയുന്നത് പോലെ 1-2 ലീഡ് കൺവേർട്ട് ആവുന്നേ ഉള്ളൂ. അല്ലാതെ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ മാർക്കറ്റിൽ പല പ്രാവശ്യം ഒരു ബ്രാൻഡ് കണ്ടു, വിസിബിലിറ്റി വന്നു, അതിനുശേഷം അതിന്റെ പുറകെ ഒരു ലീഡ് ജനറേഷൻ കൂടെ പോകുന്നതിൽ മീനിങ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നമുക്ക് തോന്നിയിരിക്കുന്നത്. സാധാരണ ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ കൂടുതലായി ഗൂഗിളിൻ്റെ ആൾക്കാർ നോക്കുമ്പോഴത്തെ ഈ കമ്പനി വളരെ വിസിബിളായിട്ട് വരുന്നു. ഇവിടെ ക്യാമ്പയിൻസ് വരുന്നു, ഇവിടെ കോണ്ടന്റ് പോകുന്നു, സെർച്ച് നടക്കുന്നു, പൈസ ഇടുന്നു നോക്കും. അപ്പോൾ ഗൂഗിൾ വിൽ ട്രൈ ടു സീ വെദർ ഐ ക്യാൻ കൺവേർട്ട് ദം ഇൻ ടു എ ലോങ് ടേം കസ്റ്റമർ. ഇപ്പോൾ ലോങ് ടേം കസ്റ്റമർ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ പ്രകാരം എപ്പോഴും ഈൽഡ് ഉണ്ടാകുന്ന, ഗ്രോത്ത് ഉണ്ടാകുന്ന ക്ലയൻസിനെയാണ് അവർ ലോങ് ടേം ക്ലയൻസ് ആയിട്ട് കണക്കാക്കാറുള്ളത്. പക്ഷേ നമ്മൾ നോക്കുന്നത് ഐ ആം നോട്ട് ട്രൈങ് ടു ബിക്കം എ ലോങ് ടേം കസ്റ്റമർ ഓഫ് ഗൂഗിൾ. പക്ഷേ എവിടെ എന്തിട്ട് എത്ര കൂടുതൽ എൻക്വയറി ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ ശ്രമം. ഇപ്പോൾ ഒരു വശത്ത് അവരുടെ ഒരു പ്രഷർ, വളരെ നേരിയ രീതിയിലുള്ള പ്രഷർ എടുക്കുന്നത്, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും, ദേ വിൽ either through their agents or directly they will try to influence us, ഇങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പോൾ പെട്ടെന്ന് ഈ കമ്പനിയിൽ ഇതൊക്കെ ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ആൾക്കാരൊക്കെ ഗൂഗിളുമായിട്ടൊക്കെ സംവദിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവർക്കൊരു സ്റ്റേറ്റസ് ഉണ്ടാകും. അപ്പോൾ ആ സ്റ്റേറ്റസിൻ്റെ പുറത്ത് ഇൻഫ്ലുവൻസിൻ്റെ പുറത്ത് ഈ പ്രൊപ്പോർഷണേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ മാറാം. ബിക്കോസ് സംബഡി ഈസ് ഇൻഫ്ലുവൻസിങ് യു ടു സ്പെൻഡ് മോർ ഇൻ ദിയർ ചാനൽ.
യു അണ്ടർസ്റ്റാൻഡ്? അത് സാധാരണ വരാറുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഗൂഗിളോ അല്ലെങ്കിൽ മെറ്റയോ പോലെയുള്ള ലാർജ് കോർപ്പറേഷൻസ് ഒരു SME ലെവലിൽ വലിയൊരു ഇൻവോൾവ്മെന്റ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അവരെ സംബന്ധിച്ച് ഇതൊരു റോബോട്ടിക് ആയിട്ട് ഓടുന്ന ഒരു പ്രോസസ്സ്. മേ ബി വളരെ ലാർജ് അക്കൗണ്ട്സിന്റെ കാര്യത്തിൽ അവർ അഡീഷണൽ ക്രെഡിറ്റ്സ് ഒക്കെ കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു SME ലെവലിൽ അങ്ങനെ വലിയൊരു ഇൻവോൾവ്മെന്റോ സപ്പോർട്ടോ ഫ്രീഡം. കറക്റ്റ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഈ പെയ്ഡ് ആൻഡ് അൺപെയ്ഡ് പ്രോ അല്ലെങ്കിൽ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനോർഗാനിക് ഈസ് വെയർ ദ കോസ്റ്റ് ഓഫ് ക്രിയേറ്റിംഗ് ദ ലീഡ് വളരെ കൂടുതലായിട്ട് വരുന്നതാണ്. അതേസമയത്ത് ഓർഗാനിക് അല്ലെങ്കിൽ കോണ്ടന്റ് ലെവലിൽ പോവുകയാണെങ്കിൽ what we are trying to do is we are trying to create our own keywords. We are trying to incorporate those in on a blog അല്ലെങ്കിൽ പല രീതിയിലും കൂടെ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് അവിടെ ഒരു ഇംപ്രഷനും ആ ഇംപ്രഷന് ഒരു ക്ലിക്കും ആ ക്ലിക്കിൽ നിന്ന് ഒരു ലീഡും ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സാധാരണ കമ്പനികൾ ആദ്യം അവരുടെ കോസ്റ്റ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടുതലായിരിക്കും, പർട്ടിക്കുലർലി ഫ്രം എ പെയ്ഡ് പെർസ്പെക്റ്റീവ്. അവർ അതേസമയത്ത് കണ്ടന്റ് ബിൽഡ് ചെയ്ത് വരികയായിരിക്കും. അപ്പോൾ ഈ കോണ്ടന്റ് ബിൽഡ് ഒരു ലെവൽ എത്തുമ്പോഴത്തേക്ക് ദിസ് എലിമെന്റ് മേ കം ഡൗൺ ആൻഡ് സം ഇക്വിലിബ്രിയം മേ ബി അച്ചീവ്ഡ്. അങ്ങനെ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നുണ്ടാവും. ഉറപ്പായിട്ടും നമ്മളുടെ കോണ്ടന്റിന്റെ വോള്യൂം ക്വാളിറ്റിയും കൂടി വരുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഓഡിയൻസ് ബേസും കൂടി വരുവാണല്ലോ. ഈ ഓഡിയൻസ് ബേസിൽ നിന്ന് നമ്മൾക്ക് വരുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഇൻബൗണ്ട് ലീഡ്സിന്റെ ക്വാളിറ്റി വളരെ വലിയ ക്വാളിറ്റിയാണ്. നമ്മൾ പെയ്ഡ് ആയിട്ട് ക്യാമ്പയിൻസ് നടത്തി ക്ലിക്കിൽ നിന്ന് ലീഡ് വന്നു, ലീഡ് നമ്മളൊരു സെയിൽസ് ആളെ കൊണ്ട് വിളിപ്പിച്ചു, അതിൽ നിന്ന് കിട്ടുന്ന കൺവേർഷൻസിനേക്കാളും ഫാർ ബെറ്റർ ആയിരിക്കും നമ്മളുടെ കോണ്ടന്റിന്റെ ക്വാളിറ്റി കൊണ്ട് ഇൻബൗണ്ട് ആയിട്ട് വരുന്ന ലീഡ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതൊരു മിക്സ് ആണല്ലോ. അതായത് നമ്മൾ കോണ്ടന്റ് ക്രിയേഷനിൽ സ്പെൻഡ് ചെയ്യുന്നതിന്റെ തുല്യമായിട്ട് വേണം, ഒരു ബാലൻസിൽ വേണം നമ്മൾ ലീഡ് ജനറേഷൻ ആക്ടിവിറ്റീസിന് സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിൻസിൽ നിന്ന് ഇടുന്ന കോസ്റ്റിനേക്കാളും ബാലൻസ് ചെയ്ത് നമുക്ക് മറ്റത് കുറച്ചുകൊണ്ട് വരാൻ പറ്റണം. ഓക്കെ, ഇനി വേറൊരു ചോദ്യമുള്ളത്, ഈ നമ്മളിപ്പോൾ ലോങ് ടേം ആയിട്ട് ബഡ്ജറ്റ് ഒരു ആക്ടിവിറ്റിക്ക് കൊടുക്കുകയും ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ എക്സ് എമൗണ്ട് ബഡ്ജറ്റ് നമ്മൾ അലൊക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വർഷാവർഷം അത് കൂടുകയാണ് വരുന്നത്. സെയിൽസിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനനുസരിച്ച് ഇത് കൂടുകയാണ് വരുന്നത്. പല ആൾക്കാരും അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന പലരും പറയുന്നത് ഒരു പർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞാൽ എനി എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ഓൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് നോട്ട് ബിക്കമിങ് ഇഫക്റ്റീവ് എന്ന് ഞാൻ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്, പർട്ടിക്കുലർലി ത്രൂ ദ ഗൂഗിൾ റൂട്ട്. ഓക്കെ, അത് ശരിയാണോ? അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടോ? നമ്മൾ ഇടുന്ന ടാർഗറ്റ് ഓഡിയൻസിൽ നമ്മൾ ഇടുന്ന എമൗണ്ടിനനുസരിച്ചാണല്ലോ ടാർഗറ്റ് ഓഡിയൻസ് മറ്റേ അല്ലെങ്കിൽ ഗൂഗിൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എമൗണ്ട് കൂട്ടുന്നതിനനുസരിച്ച് ഉറപ്പായിട്ടും നമ്മളുടെ ലീഡിന്റെ എണ്ണം കൂടുന്നതായിട്ട് പലപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ ലീഡിന്റെ ക്വാളിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ പല ചാനലിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് വിടാം. ഒന്ന് മാത്രം പറ്റില്ല. കറക്റ്റ്. ഇപ്പൊ അത് ലിങ്ക്ഡിനിലേക്കാവാം, ഇൻസ്റ്റയിലേക്കാവാം, ഗൂഗിളിന്റെ PPC ക്യാമ്പയിൻസിലേക്കാവാം, മൾട്ടിപ്പിൾ ചാനൽസിലേക്ക് സ്പ്രെഡ് ചെയ്ത് വിടുമ്പോൾ ആ വരുന്ന ലീഡിന്റെ ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണുന്നുണ്ട്. കാര്യം നമുക്ക് ഉള്ള ഇപ്പം ഫുൾ ഫണ്ട് നമ്മൾ ഒരേ ഒറ്റ ചാനലിൽ തന്നെ ഇടുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് പോകുന്നത് ഒരേ ഓഡിയൻസിലേക്ക് തന്നെയാണ് പോകുന്നത്. ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഉള്ള ഫണ്ട് മൾട്ടിപ്പിൾ ചാനൽസിൽ ഇട്ടിട്ട് ഏത് ചാനലിലാണോ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അല്ലാതെ എല്ലാ ഫണ്ടും ഒറ്റ ചാനലിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ആ റീച്ച് ചെയ്യുന്ന ഓഡിയൻസ് സെയിം തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് അത് വേറൊരു ജോഗ്രഫിയിലേക്ക് നമുക്ക് ടാർഗറ്റ് മാറ്റി പിടിക്കാൻ പറ്റണം. ലേറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ആനിമേഷൻ അല്ലെങ്കിൽ ഓഡിയോ, വീഡിയോ അങ്ങനെ പല രീതിയിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ പോകുന്നതല്ല. ഏറ്റവും കൂടുതലായിട്ട് ഈ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് കൂടുതലായിട്ട് അവർ നോക്കുന്നതും അവർ റെഫർ ചെയ്യുന്നതൊക്കെ വീഡിയോ ആനിമേഷൻ ലെവലിലുള്ള മെസ്സേജസും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസും ആയിരിക്കും. അപ്പോൾ അത് ശരിയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നമ്മൾ മൈക്രോ വീഡിയോസ് അല്ലെങ്കിൽ സ്മോൾ വീഡിയോസ് എന്നൊക്കെ പറയുന്നത് എത്ര കണ്ട് ഇങ്ങനെയുള്ള ഒരു ടാർഗറ്റ് ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയാം? ഒരു യങ്ങർ ഓഡിയൻസ് ആണെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എവിടെയാണ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം ഇൻസ്റ്റയിലൊക്കെയാണ് കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത്. ഇനി അതിൻ്റെയും അടുത്തൊരു ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്നാപ്ചാറ്റിലൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ എവിടെയാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അതേ ഒരു ഫോർമാറ്റിൽ നമ്മൾ സാധനം ഇറക്കി വിടുക. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വീഡിയോ ഫോർമാറ്റിനാണ് കൂടുതലും അക്സെപ്റ്റൻസ് കിട്ടുന്നതും ഇവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫോർമാറ്റ്സ് തന്നെയാണ് ഇപ്പോൾ കൂടുതലും ആ ഒരു പെർട്ടിക്കുലർ B2C ഓഡിയൻസിൽ നിന്ന് നമുക്ക് നല്ല ലീഡുകൾ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്നത്. അവസാനത്തെ ചോദ്യം, അതായത് ഇപ്പോൾ
ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഒരു 15 വർഷത്തിന് ഇപ്പുറത്തായിട്ടുള്ളൊരു സംഭവമാണ്. പല പ്രകാരമായി തുടങ്ങി. ഇപ്പോൾ ഒരു ഓഷ്യൻ പോലെ എല്ലാ മീഡിയാസ് കവർ ചെയ്ത്, എല്ലാ ചാനൽസ് കവർ ചെയ്ത് നമ്മളുടെ ടാർഗറ്റഡ് ഓഡിയൻസിൽ എത്തിക്കാനുള്ള, പോയിൻറ്റഡ് ആയിട്ട് എത്തിക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പണ്ടൊക്കെ TV അല്ലെങ്കിൽ എബോവ് ദ ലൈൻ, TV, ന്യൂസ് പേപ്പർ, റേഡിയോ എന്നൊക്കെ പറഞ്ഞ് കവർ ചെയ്യുന്ന ആൾക്കാരും പലരും ഇങ്ങോട്ട് വരും. പല ഏജൻസീസ് അവരുടെ കോൺസെൻട്രേറ്റഡ് എഫേർട്സ് ഇപ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിലോ ദ ലൈൻ ഇതിലാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ഗോയിങ് ടു സ്റ്റേ എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ, അതോ ഇനി വരുന്ന ഈ AI ML യുഗത്തിൽ വേറെന്തെങ്കിലും പുതിയ ടെക്നോളജികൾ ഇതിനെ ആകർഷിക്കുമോ? ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇപ്പോൾ ഒരു ചലഞ്ച് കാണുന്നത്, ഒരു കസ്റ്റമറുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാരും ഒരേ സമയം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ തന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കുറേ കാലം മുമ്പ് വരെ ജെനുവിൻ ആയിട്ടുള്ള നമ്മൾ തന്നെ ഫ്രണ്ട്സിന്റെ കോണ്ടന്റ് കണ്ടുകൊണ്ടിരുന്നതിന് പകരം ഇന്ന് കാണുന്നതിൽ ഒരു 90% സ്പോൺസേഡ് പോസ്റ്റുകളാണ്. അപ്പം ഇതില് ലീഡിന്റെ ക്വാളിറ്റി കുറയുന്നു അല്ലെങ്കിൽ കോസ്റ്റ് പെർ ലീഡ് കൂടുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അപ്പോൾ എന്നാൽ ഈ ചാനൽ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലും അല്ല. അപ്പോൾ മൾട്ടിപ്പിൾ ചാനൽസിൽ നമ്മൾ ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ചാനലായിട്ട് മാത്രമേ അങ്ങോട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കാണാൻ പറ്റൂ, പെർട്ടിക്കുലർലി ഒരു ലീഡ് ജനറേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. പക്ഷേ ഒരു ബ്രാൻഡ് ബിൽഡിങ്ങിന്, ഒരു കോണ്ടന്റിന്, ഒരു തോട്ട് ലീഡർഷിപ്പ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഡെഫിനറ്റ്ലി ഇതുപോലത്തെ സോഷ്യൽ മീഡിയ ചാനൽസ്, യൂട്യൂബ് പോലുള്ള ചാനൽസ് വളരെ ഉണ്ടാവും. പക്ഷേ ഇപ്പൊ ChatGPT പോലെ അല്ല AI പോലെയുള്ള അതൊക്കെ ഇതിലെങ്ങനെയാണ് നമ്മൾ ഇനി അതിന്റെയൊക്കെ ഉപയോഗം എങ്ങനെയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരുന്നത്? നമ്മൾ പണ്ട് ഒക്കെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്നതിന് പകരം ആൾക്കാർ ഇപ്പം വളരെ ഫാസ്റ്റ് ആയിട്ട് പോയി ChatGPTയിലോ ജെമിനിയിലോ ഒക്കെ പോയിട്ട് ഇവിടെയൊക്കെ നമ്മളുടെ വിസിബിലിറ്റി കൂട്ടുക എന്ന് പറയുന്നത് അങ്ങോട്ട് പോകുന്തോറും ഇതൊരു ലക്ഷറി അല്ല, അതെന്തായാലും ഒരു മസ്റ്റ് ഹാവ് ആണ്. അപ്പോൾ അതിന് കൂടെ നമ്മുടെ ഡിജിറ്റലി ഒരു സ്ട്രാറ്റജി ഉണ്ടാകേണ്ടത് വളരെ നിർബന്ധമാണ്. സോ ഫ്രണ്ട്സ്, നമ്മുടെ കഴിഞ്ഞ ഒരു 30 മിനിറ്റ്സിൻ്റെ അറ്റംപ്റ്റ് ഈ കുറേ കൂടി അനലിറ്റിക്കൽ ലെവലിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കാണാനായിട്ടായിരുന്നു. ഒരു ഔട്ട്കം ബേസ്ഡ് ആയിട്ട് പറയുന്നതിന് പകരമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്ന് പല ഓർഗനൈസേഷനിലും അവരുടെ റീച്ചിങ് ഔട്ട് ദ കസ്റ്റമർ, വേ ഓഫ് റീച്ചിങ് ഔട്ട് ദ കസ്റ്റമറായി മാറിയതിനാൽ അതിൻ്റെ പുറകിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സും അല്ലെങ്കിൽ അതെങ്ങനെയാണ്, ഏത് രീതിയിലാണത് വർത്തിക്കുക എന്ന ഒരു അനലിറ്റിക്കൽ രീതിയിലാണ് ഇന്നത്തെ ഡിസ്കഷൻ ഉണ്ടായത്. നിങ്ങൾക്ക് അത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.